CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ ഇന്ന് തുറന്നില്ല. ജൂൺ 1 തുറക്കുമെന്ന് CBSE വ്യക്തമാക്കി. 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ വീഴ്ചയിൽ സാങ്കേതിക സഹായം നൽകിയ കോ-എംപാക്ട് എഡ്യൂക്കേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിനെ പഴിച്ചാരി തലയൂരാനാണ് CBSE ശ്രമിക്കുന്നത്. കോ-എംപാക്ട് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്തും. അതേസമയം ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിൻസിപ്പൽമാർക്ക് CBSE നിർദ്ദേശം നൽകി. CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് വെരിഫിക്കേഷനും പുനർമൂല്യനിർണ്ണയവും നടത്തുന്നതിനുള്ള ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയതായി CBSE ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിക്കേണ്ട പോർട്ടൽ ജൂൺ 1 മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് ബോർഡ് അറിയിച്ചു. പോർട്ടൽ ഇന്ന് തുറക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നിർവഹിച്ച കമ്പനിക്ക് വ്യാപക പിഴവുകൾ പറ്റിയതായി വിലയിരുത്തി. വ്യക്തമല്ലാത്ത 5000 ഉത്തരക്കടലാസുകളും ഉത്തരക്കടലാസ് മാറിപ്പോയ 23 കേസുകളും CBSE കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ കോ-എംപാക്ട് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്താനാണ് തീരുമാനം. പിഴവുകൾ വരുത്തിയ ഉത്തരക്കടലാസുകളുടെ എണ്ണം കണക്കാക്കിയാകും പിഴ ചുമത്തുക. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് കരാർ കോ-എംപാക്ട് കമ്പനിക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട്. ആദ്യ 2 ടെൻഡറുകളിൽ യോഗ്യരായ അപേക്ഷകൾ ലഭിക്കാത്തതിനാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി മൂന്നാമത് നൽകിയ ടെൻഡറാണ് കോ-എംപാക്ട് കമ്പനി സ്വന്തമാക്കിയത്. മൂല്യനിർണ്ണയ പിഴവുകളെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും സമൂഹമാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ച പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് CBSE. OSMനെ പിന്തുണയ്ക്കുന്ന റീലുകൾ, വീഡിയോകൾ, സന്ദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് CBSE ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. 24 ഡൽഹി. ടെറ്റ് യോഗ്യത നേടാത്ത അധ്യാപകരെ പുറത്താക്കണമെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ ഉന്നയിക്കപ്പെട്ട പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഇൻ സർവീസ് അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നേടാനുള്ള കാലാവധി 2 വർഷത്തിൽ നിന്ന് 3 വർഷമായി കോടതി ഇളവ് ചെയ്തു. പുതിയ ഉത്തരവ് പ്രകാരം മുൻപ് നിശ്ചയിച്ചിരുന്ന 2027 ഓഗസ്റ്റ് 31 പകരം 2028 ഓഗസ്റ്റ് 31 വരെ അധ്യാപകർക്ക് ടെറ്റ് പാസ്സാകാൻ സമയം അനുവദിച്ചു. കേരള സർക്കാരും വിവിധ സംഘടനകളും ഉൾപ്പെടെ 45ഓളം പുനഃപരിശോധനാ ഹർജികളാണ് പരിഗണിച്ചത്. നിലവിൽ ഉള്ള അധ്യാപകർക്ക് അവർ ജോലിയിൽ പ്രവേശിച്ചപ്പോഴുള്ള നിയമത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ സർവീസിൽ തുടരാൻ അനുവദിക്കണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.